സഹന സമരത്തിന്റെ 266-ാം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ആശാപ്രവർത്തകർ അവസാനിപ്പിക്കുന്നത് ഭരണകൂടത്തിനു മേൽ വിജയം നേടിയാണ്. ആദ്യ ദിനം മുതൽ നേരിടേണ്ടി വന്ന പരിഹാസങ്ങളും വിമർശനങ്ങളും ഊർജ്ജമാക്കിയായിരുന്നു ആശാമാരുടെ പോരാട്ടം. തൊഴിലാളി പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച പ്രകൃതിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ആശാമാർ നടത്തിയ സമരം സ്ത്രീ തൊഴിലാളി പോരാട്ട ചരിത്രത്തിന് എന്നും കരുത്തു പകരുന്നതാണ്. സമരം തുടങ്ങിയതിന് ശേഷം 265 ദിവസം പിന്നിടുമ്പോൾ നമ്മൾ ഉന്നയിച്ച ഏതാണ്ട് എല്ലാ ഡിമാൻഡുകളും നേടിയെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ സമരം ഇന്ന് 265-ാമത്തെ ദിവസം എത്തി നിൽക്കുന്നത്. കേരളം ഈ കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും ശക്തമായ സ്ത്രീ പോരാട്ടം. കേവല കൂലി വർധനവ് ആവശ്യപ്പെട്ട് തലസ്ഥാനത്തെ തെരുവീഥികളിൽ ഒരു കൂട്ടം സ്ത്രീകൾ കനലായും കണ്ണീരായും മാറിയ 266 ദിനരാത്രങ്ങൾ. മഴയിലും വെയിലിലും അധിക്ഷേപങ്ങളിലും ആക്ഷേപങ്ങളിലും തളരാത്ത പോരാട്ട വീര്യം. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 250 രൂപ മിനിമം കൂലിയില്ലാത്തവർക്ക് 33 രൂപ പോലും കൂടുതൽ വർദ്ധിപ്പിച്ചു നൽകാൻ സർക്കാരിന് 8.5 മാസത്തിന്റെ ആലോചനകൾ വേണ്ടി വന്നു. അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നു ഈ സമരം കണ്ടല്ല പ്രഖ്യാപനമെന്ന്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10-ന് ആശാപ്രവർത്തകർ രാപ്പകൽ സമരം തുടങ്ങുമ്പോൾ വേതനം 5 മാസം കുടിശ്ശികയായിരുന്നു. സമരത്തിനിടയിൽ ഓണറേറിയത്തിൽ ഏർപ്പെടുത്തിയിരുന്ന 10 മാനദണ്ഡങ്ങളും ആശമാരെ 62 വയസ്സിൽ പിരിച്ചുവിടണമെന്ന ഉത്തരവും പിൻവലിപ്പിച്ചു. ഓണറേറിയം കൃത്യമായി ലഭിക്കാൻ തുടങ്ങി. ആശമാരുടെ യഥാർത്ഥ സേവനം എന്തെന്ന് നിർവചിച്ച് സർക്കുലർ ഇറങ്ങി. ഇവയൊക്കെയും സമരവിജയങ്ങൾ തന്നെയാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ഈ സ്ത്രീകളുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്ന് വരുന്ന ഈ സമരരൂപ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമരം നമ്മൾ തുടരും. ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഈ സമരവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമരം ഇന്ന് ഇവിടെ സമാപിക്കുകയല്ല, മറിച്ച് ഭരണസ്ഥിര കേന്ദ്രത്തിൽ നിന്നും ഭരണകർത്താക്കളെ തെരഞ്ഞെടുത്ത സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇവർ എത്തുകയാണ്. കാരണം ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ചിലതുകൂടി ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ആശാ സമരപ്പന്തലിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.